നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണത് ബ്രെഡ് സാൻഡ്വിച്ചാണ്. മയോണൈസും ചിക്കനും ആഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ എടുത്തേക്കണത് സാൻഡ്വിച്ച് ബ്രെഡാണ്. അത് നോർമൽ ബ്രെഡിനേക്കാൾ ഇത്തിരി വലിപ്പം കൂടുതൽ കിട്ടും നമുക്ക്. ഇതിനായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ചിക്കൻ വറുത്തതാണ്. അത് നല്ല നാര് പോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് 3 എഗ്ഗാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 എണ്ണം ഈ ബൗളിലും ഒരെണ്ണം പുഴുങ്ങിയുമാണ് എടുത്തേക്കുന്നത്. ഈ ബൗളിൽ എടുത്തേക്കണ മുട്ടയിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഈ ബട്ടറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പുഴുങ്ങിയെടുത്ത നമ്മുടെ എഗ്ഗും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങനീരും എടുക്കുക. നാരങ്ങനീര് കൂടിപ്പോകരുത് കേട്ടോ. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു നുള്ളു പഞ്ചസാരയും ഇട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇനി ചെയ്യാനുള്ളത് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കണം. ഇനിയാണ് സാൻഡ്വിച്ചിലെ മെയിൻ ഐറ്റം. അതിനായിട്ട് നമ്മളെടുത്ത് വച്ചേക്കണ വെജിറ്റബിൾസും മയോണൈസും ചിക്കനും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾ മിക്സിന് ഉപ്പ് കുറവാണെങ്കിൽ അത് ആവശ്യത്തിനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കട്ടോ. ഇനി നമുക്ക് സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ബ്രെഡിൻ്റെ മുകളിൽ ഒരു കഷ്ണം ചീസ് വെക്കാം. ഇനി ലെയറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണ എഗ്ഗും വെജിറ്റബിൾ മിക്സും കുറച്ച് ടൊമാറ്റോ സോസും നമുക്ക് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു കഷ്ണം ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി. ഇതിലെ ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകാനായിട്ട് പാനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പ്ലേറ്റിൽ ഇത് അറേഞ്ച് ചെയ്തത് ജസ്റ്റ് ഒന്ന് പാളിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഈ തോന്നലുണ്ടായ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടാ. ഭംഗിയായിട്ട് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാമായിരുന്നു എന്നും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടാ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.